വന്നു ഓണം വന്നു എന്ന് പറഞ്ഞൊന്ന് ഓടുന്നത് കണ്ടാൽ തോന്നും പിറ്റേന്നാളെ ചത്ത് പോകണം മതിയാണ്. എന്ത് ഓണം നല്ല ശരിയല്ലേ? ഓണം എന്നത് ഗവൺമെന്റ് പറയും കാളം വിറ്റും അത് കോപ്പി കിട്ടിയിട്ടേ തോന്നുന്നു. കാണം വിറ്റും ഓണം ഉണങ്ങിട്ട് കേട്ട് നമ്മൾ ഓരോന്ന് വിൽക്കാം. ജനങ്ങൾ വേണ്ടാതെ ഓരോന്ന് വിറ്റിട്ട് ഉണ്ണാൻ പോകണ്ട. ഊണ് വിറ്റേനാൾ ഉണ്ണാൻ വിറ്റത് ഓണം എടുത്തല്ലോ ഉണ്ടാവും. ഇല്ല ശരിയില്ലേ? അതൊന്നും വിറ്റിട്ടൊന്നും ഉണ്ണാൻ ഓണം ഉണ്ണാനൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ഉണ്ടാകാൻ കഴിയില്ല. അങ്ങനെ അങ്ങനെ വെച്ച് ഓണം ഒന്നും 12-ാം തീയതി പറയേ എന്തായിരുന്നു? 12-ാം തീയതി ഓണം വന്നാൽ 11-ാം തീയതി ശമ്പളം കിട്ടും. അത് അങ്ങോട്ടേക്ക് ഇവിടെ അങ്ങോട്ടേക്ക് ചാണകം കലക്കി തേവും പോലെ അങ്ങനെ തേവും അത് ചെയ്തു. പിന്നെ 18 ദിവസം എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് ചോദിക്കില്ല. ചോദിക്കുമോ? ഓണത്തിന് ഉണ്ടോന്ന് ചോദിക്കും. പിറ്റേന്നാളെ മുതലുള്ള തന്നെയാണ് അവിടെ കുറിച്ചോന്നൊന്നും ആരും അന്വേഷിക്കാം. ചേട്ടൻ 18 ദിവസം ഇനിയില്ലേ കഴിച്ചു നോക്കാൻ. അതാലോചിക്കുമ്പോൾ ഓണം അവസാനത്തെ ദിവസം ഞാൻ വന്നാൽ 1-ാം തീയതി വന്നാൽ വലിയ കുഴപ്പമില്ല. അതിൻ്റെ കൂടെ കഴിയുള്ളൂ. എൻ്റെ കൂടെ ശരിയല്ലേ? അത് നമ്മൾ ഈ ഓണം വരുമ്പോഴും കൊണ്ടാടണം, പെരുന്നാളാണെന്ന് പറഞ്ഞ് കൊണ്ടാടണം, ഉണ്ണയുണ്ടായി കൊണ്ടാടണം, അതിൽ കിട്ടിയ ചെറിയ ചെറിയ പൊട്ടുപൊടികളുമായ സന്തോഷപ്പൊടികൾ നമ്മൾ വലിയ കാര്യമായിട്ട് കൊണ്ടുപോകാൻ കാരണം എന്താണെന്നറിയൂ? ഇതിൻ്റെ ഈ തേൻതുള്ളി നുണയുമ്പോൾ അറിയുള്ളൂ. അതോ ഇതിലൊന്നും ഭരിക്കേണ്ട രഘുഗണ യോഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രഘുഗണ സന്തോഷമായി രഘുഗണ മഹാരാജ എന്താ ചെയ്തത്? താൻ കപില മഹർഷിയെ കണ്ട് ഉപദേശം വാങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും താരെ നേരെ കണ്ടു. സാക്ഷാൽ യോഗീശ്വരനായ ഗുരുനാഥനെ കണ്ടു. അദ്ദേഹത്തിന് പറയുകയും ചെയ്തു, അഹോ മൃജന്മാഖില ജന്മശോഭനം കിം ജന്മഭിസ്തവരൈരപ്യമുഷ്മിൻ നയൽ ഋഷികേശകൃതാത്മനാം മഹാത്മനാം വഃ പ്രചുര സമാഗമ. ഔ ഈ മഹാത്മാക്കളുടെ കൂടെ കൂടിയിട്ട് നന്മയുണ്ടാവുക. എനിക്ക് പെറ്റ ഭാഗ്യപ്പെട്ടായത്. അദ്ദേഹം തൊഴിലും എന്ന് പറയുകയും ചെയ്തു. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവഡഭ്യ യേ ബ്രാഹ്മണാ ഗ്രാം അവധൂതലിംഗാഃ ചരന്തിരേഭ്യഃ ശിവമസ്തു. ആ മഹാനുഭാവനായ രാജാവ് ആ മഹർഷീശ്വരനെ തൊഴുതു നമസ്കരിച്ചു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ ധിക്കാരിയായിട്ട് അഹങ്കാരിയായിട്ട് നിന്ദിക്കാനായിട്ട് വന്നവനാണെങ്കിൽ പോലും രഘുഗണ മഹാരാജാവ് ഈ മഹാത്മാവിന്റെ കൂടെ കൂടി നന്മയിലെത്തി. അതിന്റെ അർത്ഥം നിന്ദിക്കാനാണെങ്കിൽ പോലും നമ്മൾ ആശ്രയിക്കുന്നത് മഹാത്മാക്കളെ ആണെങ്കിൽ അതുകൊണ്ട് നന്മയുണ്ടാവുള്ളൂ എന്നാ പറഞ്ഞു. എന്തെങ്കിലും തരത്തിൽ നിന്ദിക്കാൻ അതാണ് മറ്റേ സ്വാമിയെ തെറി വിളിച്ച് ചീത്ത വിളിക്കാനായിട്ട് ഇയാളെ അവിടെ പോകുന്ന അതിന്റെ പിന്നാക്കം നടക്കും. അല്ലേ? പിന്നാക്കം നടന്ന് ചീത്ത വിളിക്കാൻ അങ്ങനെ പിന്നാക്കം നടന്ന് ഇപ്പൊ സ്വാമിയെ ചെരുപ്പ് വിളിച്ച് നടക്കുന്നത് അങ്ങനെ അങ്ങനെ താൻ ചോദിച്ചാൽ ഈ സജ്ജന സംസർഗം കൊണ്ട് വിമർശിക്കാനും ഖണ്ഡിക്കാനാണെങ്കിൽ പോലും നമ്മൾ ആശ്രയിക്കുന്നത് മഹാത്മാക്കളെ. പണ്ട് കുത്താമ്പള്ളി ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. പത്രപ്രവർത്തകൻ. ഇംഗ്ലീഷൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പഠിച്ച് ബന്ധപ്പെടുക്കാനായിട്ട് പത്രപ്രവർത്തകനായിട്ട് അദ്ദേഹം നടക്കുന്ന കാലത്ത് അദ്ദേഹം കേട്ടു ഹിമാലയത്തിൽ കഞ്ചാവ് തിന്ന് നടക്കുകയാണ് കാവി ചീറ്റിയ കള്ളന്മാരാണ്. ഹിമാലയത്തിലെ കഞ്ചാവ് തിന്നിട്ടേ കള്ളന്മാര് നടക്കുകയാണ് കാവി ചീറ്റിട്ട് അവരെ സ്വാമിയാരന്മാരും അവരുടെ കള്ളത്തരം ലോകത്തെ അറിയിക്കണം. കേരളത്തിന് ഇന്ത്യ കള്ളന്മാരെ എന്ത് ചെയ്യണം? അതിനെ എല്ലാവരെയും അറിയിക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തു വെച്ചാൽ ആ ചെറുപ്പക്കാരൻ പത്രപ്രവർത്തകനാണ്. അത് ഫീച്ചറായിട്ട് എഴുതാൻ അങ്ങനെ പങ്ക്തികളായിട്ട് എഴുതിയിട്ട് പരമ്പരയായിട്ട് എഴുതാന്ന് വിചാരിച്ചിട്ട് ചെറുപ്പക്കാരൻ എന്നോട് ഹിമാലയത്തിൽ ചെന്നു. അവിടെ താമസിച്ചിരുന്ന കള്ളത്തരങ്ങൾ എപ്പോഴാണ് 8:30 ആദ്യത്തെ കഞ്ചാവ്. അങ്ങനെ നോക്കി കണ്ട് എഴുതണം, സത്യസന്ധമായിട്ട് എഴുതണം വിചാരിച്ചു പോയത്. അപ്പൊ താമസിക്കാതെ എവിടെയെങ്കിലും അന്ന് താമസിക്കാനൊരു സ്വാമിയാരുടെ മഠത്തിലാണ് കിട്ടിയത്. സ്വാമിയെ തപോവനം സ്വാമികൾ എന്ന് പറയും. പേര് മഹാവിദ്വാനാണ്. തപോവനം സ്വാമികൾ പണ്ഡിതൻ വിദ്വാൻ ജ്ഞാനി വലിയൊരു സിദ്ധനായ യോഗീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹം പൂർവാശ്രമത്തിലെ ജന്മം കൊണ്ട് മലയാളി നമ്മളെ നാട്ടുകാരനാണ്. നാട്ടിലെ ഭക്തനല്ല, പാലക്കാടാണ് അദ്ദേഹം സ്വദേശം. തപോവനം സ്വാമികൾ. ഈ തപോവനം സ്വാമികൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലാണ് താമസിച്ചത്. അങ്ങനെ ഈ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ട് വന്ന് കേമനായിട്ട് പരിസ്ഥിതികൾ എഴുതാനായിട്ട് വന്ന് കുത്തമ്പള്ളി ബാലൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ
കുറച്ചു കാലം കഴിഞ്ഞപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറം മാറി, കാവി നിറായി. പേരെന്താന്ന് അറിയൂ? ആ കുട്ടമ്പള്ളി പാലിന് ചെറുപ്പക്കാരന്റെ പേരാണ് പിന്നീട് ചിന്മയാനന്ദ സരസ്വതി എന്ന് പറയും. അവര് സ്വാമി ചിന്മയാനന്ദ സ്വാമികളുടെ പൂർവാശ്രമത്തിലെ കഥയാണ് പറഞ്ഞത്. കഞ്ചാവ് ഇന്നൊക്കെ സന്യാസിമാരുടെ കള്ളത്തരം എഴുതാനായിട്ട് പത്രപ്രവർത്തകനായിട്ട് പോയതാണ് ഹിമാലയത്തിലേക്ക്, ഋഷികേശിൽ ഇരിക്കണേ തപോവന സ്വാമികളുടെ ആശ്രമത്തിലേക്ക്. അവിടെ ചെന്ന് താമസിച്ചപ്പോഴാണ് മനസ്സിലായത് നാട്ടിലാണ് കഞ്ചാവ്, ഇവിടെ ഇല്ല. കണ്ടു? അതാ വിമർശിക്കാനും അവരെ കുറിച്ച് ചീത്ത വർത്തമാനങ്ങൾ പുറത്തറിയിക്കാനായിട്ടാണ് ഇവിടെ ചെന്ന് കൂടിയത്. ആശ്രമത്തിലെ ഒരു കൊല്ലക്കാര്യം സ്വയം നിർമ്മാണല്ലേ ഉണ്ടായത്. അവരെല്ലാവരും നിർമ്മാറ്റാനൊന്നും പറ്റിയില്ല. ഇതേ മട്ടാണ് എന്ത് ഈ പറഞ്ഞ് സജ്ജനങ്ങളുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ കൂടി നമ്മൾ ആയാതമായിട്ട് തീരും. യഹൂദന്റെ നന്മ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചോദിച്ചു, പരീക്ഷത്തിൽ ചോദിച്ചു, പിന്നീട് കണ്ണാണെന്ന് പറഞ്ഞിട്ട് പ്രിയപദന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞില്ല, പ്രിയപദൻ ഭൂമിക്ക് ചുറ്റും ഭൂമിയിലെ സൂര്യന്റെ നേരെ നടന്നു, ചുറ്റും 7 തവണ നടന്നു വന്ന് കടലുണ്ടായി ചക്രം പറഞ്ഞിട്ടൊക്കെ പറഞ്ഞില്ലേ. ഈ പ്രപഞ്ചത്തിന്റെ ഗതിഗതികൾ എങ്ങനെയാണ് ഗുരുനാഥ? ആര് ചോദിച്ചു? പരീക്ഷത്തിൽ ചോദിച്ചു. പ്രപഞ്ചത്തിന്റെ ഗതി നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ വലിയ പാടാണ്. കാരണം എന്നൊരു രൂപം പറയാം. എങ്ങനെയാണെങ്കിൽ അനന്താനീയം ഈ ലോകോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നോ നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ഇങ്ങനെ ഇരിക്കുന്ന എത്ര ഗോളങ്ങൾ തിരിയണത് ഈ പ്രപഞ്ചത്തില്. അതിൻ്റെ ഭൂമിയിൽ ഏതോ ഒരു മൂലയില് പാവിക്കോട്ട് ഇങ്ങനെ ഉണ്ടാകാൻ വെച്ച് നോക്കണം. നമ്മൾ എന്ത് കണ്ടു? എത്ര അല്പമാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥിതി അത്ര വലിയ പ്രപഞ്ചത്തില്. പക്ഷേ ശിശുക്കളുടെ മനുഷ്യ പറഞ്ഞു കൊടുത്തു. എന്തായാലും വെച്ചാല് 14 ലോകങ്ങളെന്നാ പറയുക. മുകളിലേക്കും 7, കീഴ്പെട്ടും 7. മുകളിലേക്ക് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്ന് പറഞ്ഞിട്ട് 7 ലോകങ്ങൾ മുകളിലേക്ക്. താഴേക്കാണെങ്കിൽ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറഞ്ഞ് കീഴ്പെട്ടും 7. മുകളിലേക്ക് ഉള്ളത് ഊർധ്വലോകങ്ങൾ, താഴേക്കുള്ളത് അധോലോകങ്ങൾ. അത് ബോംബെ അധോലോകം എന്നല്ല, പണ്ട് കേട്ടില്ല, ഒന്നുമില്ല. പണ്ടൊക്കെ ബോംബെ അധോലോക നായകൻ മറ്റവൻ വെടി കൊണ്ട് വെച്ചു കേട്ടില്ല. അങ്ങനത്തെ അധോലോകമല്ല, അതാണ് താഴേക്ക്. ഈ താഴേക്ക് മുകളിലേക്ക് എന്നൊക്കെ പറയുന്നത് അങ്ങനെയും പറയേണ്ട ശരിക്കല്ല. കാരണം താഴേക്ക് മുകളിൽ നിന്നൊക്കെ എപ്പോഴത് ഇവിടെ നിൽക്കുമ്പോഴാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല താഴേക്ക് മുകളിലേക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. 3ാം നിലയിൽ നിൽക്കുന്ന ആൾക്ക് 2ാം നിലയിലുള്ളവൻ താഴെയാണ്, 4ാം നിലയിലുള്ളവൻ മുകളിലാണ്. 2ാം നിലയിൽ നിൽക്കണവന് 3ാം നിലയിൽ 4ാം നിലയിൽ നിൽക്കണവൻ മുകളിലാണ്. അപ്പൊ ഈ മുകളിലെ താഴെ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആപേക്ഷികമാണ്. ആപേക്ഷിക ഒന്ന് വെച്ചിട്ടേ മറ്റത് മുകളിലെ താഴെ എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ താഴെ ഇരിക്കുമ്പോഴാണ് മറ്റേത് മുകളിൽ എന്ന് പറയും. നമ്മൾ അതിലേറെ മുകളിൽ വെച്ചാൽ മക്കൾ താഴെയാണേ എന്ന് പറയും പോലെ നമ്മൾ ഈ മധ്യലോകമായ ഭൂമിയിൽ ഇരിക്കുമ്പോൾ കാരണമാണ് അവിടെ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് താഴേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭൂമിയാണ് കർമ്മലോകം, മറ്റേത് ഭോഗലോകങ്ങളാണ്. ഭോഗലോകം ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള സ്ഥലങ്ങൾ. കർമ്മലോകം പുതിയതായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ലോകം. ഭൂമി കർമ്മലോകമാണെന്ന് പറയുന്നത്. ഇവിടുന്ന് കർമ്മം ചെയ്തത് മറ്റേതിൽ പോയിട്ട് അനുഭവിക്കുക, അങ്ങനെയാണ് പതിവ്. ഇവിടെ എന്താ വെച്ചാൽ ഇത് ഈ ലോകം എന്ന് പറഞ്ഞാല് ലോകം അങ്ങനെയുണ്ട്. ഓരോ ദേശങ്ങളാ, ചന്ദ്രൻ, ഭൂമി, ശുക്രൻ, ശനി, വ്യാഴം എന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല, അതൊന്നുമല്ല. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടോ, ലോക്യതേ ഭുജ്യതേ ഇതി ലോക. ലോകം ചേർത്താൻ ലോക്യതേ ഭുജ്യതേ ഇതി ലോക. നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമാണ് നമ്മുടെ ലോകേ. ശങ്കരാചാര്യ സ്വാമികൾ ഉപനിഷത് ഭാഷ്യത്തിൽ പറയും, ലോക്യന്തേ ഭുജ്യന്തേ കർമ്മഫലാനി യസ്മിൻ. ചതർത്ഥം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഏതൊരു സ്ഥിതിയിൽ ഇരുന്നിട്ടാണോ അനുഭവിക്കുന്നത് ആ സ്ഥിതിക്ക് പറയുന്ന പേരാണെന്ത്? ലോകം. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ മുറ്റത്ത് നമ്മൾ 10-100 ആൾക്കാർ ഇരിക്കട്ടെ വെച്ചാലും ഈ 100 ആളും 100 ലോകത്താണ്. ചിലർ വിചാരിക്കുന്നത് ഇപ്പൊ ലോകമാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും പല മേഖലയിലാവേ നമ്മൾ വിചാരിക്കണ മാതിരില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ പലരും വളരെ കണക്ക് പഠിപ്പിക്കുന്ന മാഷ കണക്ക് പഠിപ്പിക്കുക, അക്ഷരങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ മറ്റേ കുട്ടിയാണെങ്കിൽ
അങ്ങനെ ജീവിക്കാൻ കുട്ടി താൻ ഏത് ലോകത്താണ് കുട്ടി തിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു സാറേ നമ്മൾ രണ്ടുപേരും പഞ്ചായത്തിലല്ലേ സാറേ ചോദിക്കൂ മനുഷ്യ കുട്ടികളുടെ ആശമുറിയിൽ രണ്ടര മീറ്റർ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് താൻ ഏത് ലോകത്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ ഇവിടെ കണക്ക് പഠിക്കുന്ന ഞാൻ ഏതോ എന്തായി തിരിച്ചിട്ടായിരിക്കണം ലോകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോന്നിനോട് ഉണ്ടാക്കുന്ന കാഴ്ചപ്പാട് ഓരോ തരത്തിലേക്ക് അതുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങൾ ധാരാളം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇവരുടെ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ ചിന്തയ്ക്കും പ്രാപ്തിക്കും അറിവിനും വിവരത്തിനും പരിചയത്തിനും അറിവില്ലായിരിക്കും പരിചര്യായിരിക്കും അനുസരിച്ച് എന്തുണ്ടാവും നമ്മൾ അഭിപ്രായങ്ങൾ പറയും മറ്റേ ആൾക്കാർ വ്യത്യാസമുണ്ടാവുന്നതിനനുസരിച്ച് ദൈവം പറയും അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അല്ലാത്ത അഭിപ്രായം പറയുന്നു പക്ഷെ ദുഃഖിക്കുകയും ക്ലേശിക്കുകയും വിഷമിക്കുകയും വേണ്ട കാരണം അദ്ദേഹം അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അത് നമുക്ക് അംഗീകരിക്കാൻ വിഷമമുണ്ടാവില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഈ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് അനുഭവിക്കാനുള്ള ലോകങ്ങളുണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കാനുള്ള ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പരീക്ഷ ചോദിച്ചു ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ലോകങ്ങളെ അതിന് നരകം പറയുക എന്ന് പറഞ്ഞു എന്തിന് ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്താലേ അനുഭവിക്കുന്ന ലോകങ്ങൾക്ക് നരകം എന്നാ പറയുന്നു അപ്പൊ പരീക്ഷ ചോദിച്ചു വരുന്നത നരകനാമ ഭഗവൻ കിം ദേശവിശേഷ അഥവാ ബഹിസ്ത്രിലോക്യ ആഹോസ്വിൽ അന്തരാവ ഇതി ഈ നരകം എന്ന് പറഞ്ഞാലേ ഈ ദേശവിശേഷ അമേരിക്ക ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ മാതിരി അതല്ലെങ്കിൽ ബഹിസ്ത്രിലോക്യ ഈ ത്രിലോകത്തിന്റെ പുറത്തെവിടെങ്കിലാണോ ആഹോസ്വിൽ ഇനി അതുമല്ല വെച്ചാൽ അന്തരാള ഇതി ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ ശിശുവിന് പറഞ്ഞു അന്തരാള ഏവ ജഗത്യാസ്തു ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇത് കുട്ടിയെന്ന് പറഞ്ഞു നരകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് ആ നരകങ്ങളെ കുറിച്ച് കേൾക്കാം നരകങ്ങളെ കുറിച്ച് കേൾക്കണമെങ്കിൽ തിരിയിട്ടുള്ള ഭയങ്കര ശക്തിയൊക്കെ വേണം ആഹാരമൊക്കെ കഴിച്ച് വന്നിട്ട് കേൾക്കണമെങ്കിൽ തളർന്നു പോകും നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നരകങ്ങളെ കുറിച്ച് അപ്പോൾ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു വന്നോളൂ ഇന്ന് ഭഗവാൻ നരസിംഹ കഥയൊക്കെയുള്ള ദിവസമാണ് നേരെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുക നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവദാ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ